ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല വറുത്തരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറീനേക്കാളും വളരെ ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച് വെക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് 1 കിലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. പിന്നെ അതിലേക്ക് ഒരു 20 ചുള ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഓരോ ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇതേപോലെ ഇങ്ങനെ ചതച്ചെടുത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് ഇടേണ്ടത് ഗരം മസാല പൊടിയാണ്, അത് 1 ടീസ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ടീസ്പൂണ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കറിയൊക്കെ വിളമ്പുന്ന കയ്യിൽ ഒരു കയ്യിൽ, ചെറിയ കയ്യിൽ കേട്ടോ, അതൊരു കയ്യിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ ഒരു കണക്കുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ച് വെക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചേരുന്ന വിധത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി കുഴഞ്ഞ എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല എങ്കിലും കൂടെ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം. നമുക്ക് എന്തായാലും ഈ കറിക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ വേവുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടെ വേവോട്ടെ. പിന്നെ അടിക്ക് പിടിക്കാനും സാധ്യത ഉള്ളതുകൊണ്ട് സ്റ്റീലിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും കുക്കർ. അപ്പോൾ അതില്ലാതിരിക്കാനും കൂടെ ഞാനിതിൽ ആദ്യം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഞാൻ ഒന്ന് മൂടി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഒന്നും ഇടുന്നില്ല, നല്ല ടൈറ്റായിട്ട് മൂടുന്നില്ല. ഇതൊന്ന് പിന്നെ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നമ്മളിത് ഓൺ ചെയ്തതിൻ്റെ ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇതൊന്ന് തിളച്ചെന്ന് കണ്ടാൽ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നന്നായി മൂടിയിട്ട് പിന്നെ വെയിറ്റൊക്കെ ഇട്ട് സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നെ ചള്ളിറച്ചി ആയതുകൊണ്ട് നമുക്ക് അധികം നേരം വേവിച്ചെടുക്കേണ്ടി വരില്ല കേട്ടോ. ഒരു ഇറച്ചിയുടെ വേവിനനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് തിളച്ചപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് നമ്മൾ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിം ഫ്ലെയിമിലും കൂടെ വെക്കുമ്പോൾ പിന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതല്ല നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്നത് വരേക്കും അതിങ്ങനെ അധികം വെള്ളം ഇതൊക്കെ ഇരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായ കാരണം കുറച്ചൊന്ന് അടിക്ക് പിടിക്കലുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള തേങ്ങ വറുത്തതും അതേപോലെ തന്നെ ഉള്ളി വഴറ്റാനുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തത് എടുക്കുന്നത് മൊത്തത്തിൽ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് എടുക്കുന്നത്. പച്ച തേങ്ങ നിങ്ങൾ വറുക്കാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ, അതല്ലാന്നുണ്ടെങ്കിൽ വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ വലിയ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി, ഒരു മുറി എടുത്താൽ മതി. എന്നിട്ട് വറുത്ത് വെക്കുക. അത് കണ്ടില്ലേ 3 കയ്യിൽ, ഇപ്പോൾ കറി വിളമ്പുന്ന 3 കയ്യിൽ, ഇപ്പോൾ എന്ന് വെച്ചാൽ 6 ടേബിൾ സ്പൂണോളം ഞാൻ തേങ്ങ വറുത്തത് എടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ള മസാലകളൊന്നും നമുക്ക് ചൂടാക്കി എടുക്കണ്ടേ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ കറിക്ക് വഴറ്റിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല പൊടി ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂണാണ് മൊത്തം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ടീസ്പൂൺ നമ്മൾ നേരത്തോടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക കേട്ടോ. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണതല്ലേ, അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങ കൂടെ ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നന്നായി പൊടിച്ചെടുക്കണം ഗ്രൈൻഡറിലിട്ടിട്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ, കാരണം വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. തേങ്ങ കൂടെ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണല്ലോ ഇത് ഇടുന്നത്. പിന്നെ നമ്മൾ ചൂടോടെ പാനിലേക്ക് ഇടുമ്പോൾ കരിയാതെ നോക്കണം കേട്ടോ പൊടികളൊക്കെ.
അത് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഓഫ് ചെയ്തിട്ട് മാത്രം ഈ പിന്നെ പൊടികൾ ഇട്ടാൽ മതി. ഇപ്പം നന്നായി ചൂടായി എന്ന് കണ്ടാൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അത് ചൂടാറാനായിട്ട് വെക്കാം. ആ പാനിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് വഴറ്റിയെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. നമ്മൾ സാധാരണ കറിക്ക് 1 കിലോക്ക് 4 സവാളയൊക്കെയാണ് ചേർക്കാറ്. ഇതിലേക്ക് ഞാനൊരു വലിയ സവാളയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 10-20 ചുള പിന്നെ ചുവന്നുള്ളി നമ്മൾ വേവിക്കണേൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മതി. ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ല വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ തക്കാളിയല്ല കേട്ടോ, ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു തക്കാളി. അപ്പോൾ അതിട്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഒന്ന് ചതച്ചെടുത്തതുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പിടി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള ഈ കൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ ഇറച്ചിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു വെള്ളം ഇറങ്ങി വരില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചതും ബാക്കിയുള്ള മസാല ഒക്കെ ചേർത്തിട്ടുള്ള അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടെ ഇതിൽ ഒഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് അരക്കണമെങ്കിൽ അങ്ങനെ അരക്കാം. അതല്ലാതെ നമ്മൾ ആ മസാല മാത്രം ഇതേപോലെ നന്നായി പൊടിച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതിനുണ്ടാവും കേട്ടോ. വെള്ളം അധികം ചേർക്കാതെ ഇതേപോലെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ മുളക് പൊടിയൊക്കെ അത്യാവശ്യമുണ്ട്. ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു എരിവിൻ്റെ ഇതും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിരിക്കണം, കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു കട്ടിയിൽ തന്നെയാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോഴൊക്കെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഉള്ളി വഴറ്റുമ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായി കറി ഇതിലും വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പിലയും ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വെക്കാം. നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ വറുത്തതിൽ നിന്നും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് മൂടി വെക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും വെക്കാം. ഞാനത് അത്രയൊന്നും എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള മെഴുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഇറച്ചിയിൽ അധികം നെയ്യൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.